ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്യൂരിറ്റി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിൽ 7 പാർട്സ് ഉണ്ട് എന്ന് പറഞ്ഞതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു പോളിസി എന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്സാണ്. ഇപ്പോൾ രണ്ടാമത്തേത് കറൻറ്റ് സെക്യൂരിറ്റി സ്റ്റാറ്റസ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ സെക്യൂരിറ്റി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറൻറ്റായിട്ട് ഇപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പ്ലാൻസ് എന്തൊക്കെയാണ്, ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഒരു പോയിൻ്റാണ് രണ്ടാമത്തത്. ടു ബി ഏബിൾ ടു പ്ലാൻ ഫോർ സെക്യൂരിറ്റി ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ വൾണറബിലിറ്റീസ് ടു വിച്ച് ഇറ്റ് മേ ബി എക്സ്പോസ്ഡ്. അപ്പം ഒരു സെക്യൂരിറ്റി പ്ലാൻ ഒരു ഓർഗനൈസേഷനിലേക്ക് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ എന്തെല്ലാം വൾണറബിലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ The organization can determine the vulnerabilities by performing a risk analysis. അപ്പോൾ ഇങ്ങനെ വൾണറബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അതായത് കെയർഫുള്ളായിട്ട് ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ എൻവിറോൺമെൻറ്റിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ബാക്കിയുള്ള ചുറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതെന്നോ അങ്ങനത്തെ ഫുൾ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തുക. അതാണ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റിസ്ക് അനാലിസിസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. The risk analysis forms the basis for describing the current status of security. അപ്പോൾ ഇപ്പോഴത്തെ സെക്യൂരിറ്റിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് ഹെൽപ്പ് ചെയ്യും, ഈ റിസ്ക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ അത് നമ്മൾ റിസ്ക് അനാലിസിസ് നടത്തുമ്പോഴാണ് വൾണറബിലിറ്റീസ് ഉണ്ടോ, വീക്ക് പോയിൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ പോരാ എന്നാണ് അർത്ഥം. അല്ലാതെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം എന്നതാണ് മീനിങ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുന്നത് ഏതെന്നാണ്, ഈ റിസ്ക് അനാലിസിസ് എന്നാണ് കിട്ടുന്നത്. The status can be expressed as a listing of organizational assets, the security threats to the assets and the controls in place to protect the assets. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓർഗനൈസേഷനിലുള്ള അസറ്റുകൾക്കുള്ള വൾണറബിലിറ്റി എത്രയാണ്, അതിൻ്റെ ഒരു സ്റ്റാറ്റസ്, പിന്നെ സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടോ അസറ്റുകൾക്ക്, അതേപോലെ അസറ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് വൾണറബിലിറ്റീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദ സ്റ്റാറ്റസ് പോർഷൻസ് ഓഫ് ദ പ്ലാൻ ഓൾസോ ഡിഫൈൻസ് ദ ലിമിറ്റ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ സെക്യൂരിറ്റി. It describes not only which assets are to be protected but also who is responsible for protecting them. അപ്പോൾ ഏതെല്ലാം അസറ്റുകളാണ് സെക്യൂരിറ്റി കൊടുക്കേണ്ടത് എന്നത് മാത്രമല്ല ഡിസ്ക്രൈബ് ചെയ്യുന്നത്, കൂടാതെ ആരാണ് ഈ ഒരു പ്രൊട്ടക്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ എടുക്കുന്നുണ്ട്, ആ ഒരു കൺസെപ്റ്റും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നീട് നമുക്ക് നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെടുത്ത് എന്തുണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട് ഇപ്പോൾ ആ ഓർഗനൈസേഷന്. അപ്പോൾ ആ ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് വല്ല എക്യുപ്മെൻറ്റോ വല്ല ഡാറ്റയോ ഒക്കെ ഇൻവോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി മാറ്റം വരും. അതായത് സിസ്റ്റം ഇവോൾവ് ചെയ്യേണ്ടതിനനുസരിച്ച് സെക്യൂരിറ്റിയിൽ എന്ത് വരും, മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് പുതിയ സെക്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ സെക്യൂരിറ്റി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, നമ്മളെ കറൻറ്റ് സെക്യൂരിറ്റി സ്റ്റാറ്റസ് എന്നുള്ള പാർട്ടിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇപ്പോഴുള്ള സെക്യൂരിറ്റി അതായത് ഇപ്പോഴുള്ള സെക്യൂരിറ്റിയിലേക്ക് വൾണറബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം എക്സ്ട്രാ കാര്യങ്ങൾ അതിലേക്ക് സെക്യൂരിറ്റി പ്ലാൻസിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് ആണ്. റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്ലാനിൻ്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നത് ഈ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ആണ്. അത് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് ആ സിസ്റ്റത്തിൻ്റെ എങ്ങനെ ആ സിസ്റ്റത്തിൻ്റെ ലെവൽ ഓഫ് സെക്യൂരിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. The requirements are usually derived from organizational needs. പൊതുവേ റിക്വയർമെൻറ്റ്സ് ഡിറൈവ് ചെയ്ത് വരുന്നത് ആ ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അല്ലേ. റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് തന്നെ അതാണ്, ആ ഓർഗനൈസേഷൻ്റെ ആവശ്യം, അതിന് എത്രത്തോളം സെക്യൂരിറ്റി കൊടുക്കണം എന്നുള്ളതിൽ നിന്നൊക്കെയാണ് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ ഡിറൈവ് ചെയ്ത് വരിക. The requirements explain what should be accomplished, not how.
അപ്പോൾ റിക്വയർമെൻറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ഇതിൽ കൊണ്ടുവരേണ്ടത്, പക്ഷെ അതെങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതല്ല പറയുന്നത്, എന്താണ് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ റിക്വയർമെൻറ്റ് ഷുഡ് ഓൾവേസ് ലീവ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ടു ദ ഡിസൈനേഴ്സ് വെൻ എവർ പോസിബിൾ. അപ്പോൾ റിക്വയർമെൻറ്റ്സ് എപ്പോഴും ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് എപ്പോഴും ഡിസൈനേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സിൽ സെക്യൂരിറ്റിയുടെ നമുക്കറിയാം 3 ഒബ്ജക്റ്റീവ് ഉണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. അത് ഏതിലും അഡ്രസ്സ് ചെയ്യണം, നമ്മൾ റിക്വയർമെൻറ്റ്സിലും അഡ്രസ്ഡ് ആയിരിക്കണം എന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ റിക്വയർമെൻറ്റ്സിന് ഇപ്പം നമ്മൾ താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെയാണ്: കറക്റ്റ്നെസ്, കൺസിസ്റ്റൻസി, കംപ്ലീറ്റ്നെസ്, റിയലിസം, നീഡ്, വെരിഫയബിലിറ്റി, ട്രേസബിലിറ്റി. കറക്റ്റ്നെസ് എന്താണ്? ആർ ദ റിക്വയർമെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ? റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ? ആർ ദേ സ്റ്റേറ്റഡ് വിത്തൗട്ട് എറർ? ഒരു എററും ഇല്ലാതെയാണോ അതിനെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് കറക്റ്റ്നെസ് എന്നതിൽ വരുന്നത്. കൺസിസ്റ്റൻസി: ആർ ദർ എനി കോൺഫ്ലിക്റ്റിംഗ് ഓർ ആംബിഗ്വസ് റിക്വയർമെൻറ്റ്സ്? കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടോ? അതാണ് ഏത്? കൺസിസ്റ്റൻസി. കംപ്ലീറ്റ്നെസ്: ആർ ഓൾ പോസിബിൾ സിറ്റുവേഷൻസ് അഡ്രസ്ഡ് ബൈ ദ റിക്വയർമെൻറ്റ്സ്? എല്ലാ സിറ്റുവേഷൻസും റിക്വയർമെൻറ്റ്സ് വഴി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? എല്ലാ പോസിബിൾ സിറ്റുവേഷൻസും. അതാണ് ഏത്? കംപ്ലീറ്റ്നെസ്. റിയലിസം: ഈസ് ഇറ്റ് പോസിബിൾ ടു ഇംപ്ലിമെൻറ്റ് വാട്ട് ദ റിക്വയർമെൻറ്റ്സ് മാൻഡേറ്റ്? റിക്വയർമെൻറ്റ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് റിയലിസം നോക്കുന്നത്. പിന്നെ നീഡ്: ആർ ദ റിക്വയർമെൻറ്റ്സ് അൺനെസസറിലി റെസ്ട്രിക്റ്റീവ്? ഒരു ആവശ്യമില്ലാതെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടോ റിക്വയർമെൻറ്റ്സിൽ എന്നതാണ് നീഡ് എന്നതിൽ വരുന്നത്. വെരിഫയബിലിറ്റി: ക്യാൻ ടെസ്റ്റ് ബി റിട്ടൺ ടു ഡെമോൺസ്ട്രേറ്റ് കൺക്ലൂസീവ്ലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി ദാറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ മെറ്റ്? അതായത് റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മൾ ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് അതിന് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റ് റൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ടെസ്റ്റ് കേസസ് ഉണ്ടാക്കുക, ടെസ്റ്റ് ചെയ്യുക. അതായത് കുറച്ച് ക്വസ്റ്റ്യനെയറൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തതൊക്കെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനെയാണ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ടെസ്റ്റ് കേസസ്. Can the system or its functionality be measured in some way that will access the degree to which the requirements are met? അപ്പോൾ സിസ്റ്റത്തിനെയും അതേപോലെ അതിൻ്റെ ഫങ്ഷനാലിറ്റിനെയും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ വിചാരിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അതിനൊക്കെ മെഷർ ചെയ്യാൻ പറ്റുമോ എന്നതൊക്കെയാണ് വെരിഫയബിലിറ്റി. അതായത് നമ്മൾ ടെസ്റ്റിംഗ് ആണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രേസബിലിറ്റി: ക്യാൻ ഈച്ച് റിക്വയർമെൻറ്റ് ബി ട്രേസ്ഡ് ടു ദ ഫങ്ഷൻസ് ആൻഡ് ഡാറ്റ related to it so that changes in a requirement can lead to easy re-evaluation? അപ്പോൾ ഓരോ റിക്വയർമെൻറ്റിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ എന്നത്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ്, ഡാറ്റാസിനൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കൊരു റിക്വയർമെൻറ്റിൽ ഒരു ചേഞ്ച് വന്നാൽ ഏതൊക്കെ ഫങ്ഷനെയും ഡാറ്റാസിനെയാണ് നമുക്ക് റീവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഏതിൽ വരുന്നത്? ട്രേസബിലിറ്റി എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അതേപോലെ തന്നെ റിക്വയർമെൻറ്റ്സിൽ കൺസ്ട്രെയിൻഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഒന്ന് ബഡ്ജറ്റ്, അതായത് കോസ്റ്റ്, ഷെഡ്യൂള്, പെർഫോമൻസ്, പോളിസീസ്, ഗവൺമെൻറ്റൽ റെഗുലേഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിക്വയർമെൻറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? കീപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. 4ാമത്തേത് വരുന്നത് റെക്കമെൻഡഡ് കൺട്രോൾസ് ആണ്. The security requirements lay out the system's needs in terms of what should be protected. അതായത് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സിൽ സിസ്റ്റത്തിന് എന്തൊക്കെയാണോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത് വെച്ചിട്ടാണ് എന്ത് വരുന്നത്? നമ്മൾ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അതായത് സെക്യൂരിറ്റി വെറും റിക്വയർമെൻറ്റ്സ് അല്ല, നമ്മൾ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ എന്തെല്ലാം ആവശ്യം എന്നുള്ളത്, എന്തൊക്കെ ഡാറ്റാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്ത് വരുന്നത്. The security plan must also recommend what control should be incorporated into the system to meet those requirements. അപ്പോൾ ഇങ്ങനത്തെ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം എക്സ്ട്രാ കൺട്രോൾസ് ആണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി പ്ലാൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദ റെക്കമെൻഡഡ് കൺട്രോൾസ് അഡ്രസ് ഇംപ്ലിമെൻറ്റേഷൻ ഇഷ്യൂസ്. അപ്പോൾ ഇങ്ങനത്തെ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറേ
ഇഷ്യൂസ് റേസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ പല കൺട്രോൾസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഈ സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഏതിൽ അഡ്രസ്സ് ചെയ്യുന്നത്, ഈ റെക്കമെൻഡഡ് കൺട്രോൾസ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ അഡ്രസ്സ് ചെയ്യുന്നത്. ഹൗ ദ സിസ്റ്റം വിൽ ബി ഡിസൈൻഡ് ആൻഡ് ഡെവലപ്ഡ് ടു മീറ്റ് സ്റ്റേറ്റഡ് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. അത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് എങ്ങനെ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാം, എങ്ങനെ ഈ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ എന്ത് ചെയ്യേണ്ടി വരും, കൺട്രോൾസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ഏരിയ അഡ്രസ്സ് ചെയ്യുന്നതാണ് എന്ത്, റെക്കമെൻഡഡ് കൺട്രോൾസ് എന്നുള്ള പോയിന്റിൽ പറയുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ. താങ്ക് യു.